ഹായ് ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചക്ക വറ്റലാണ്. അതിനായിട്ട് നമുക്ക് കുറച്ച് ചക്ക ഇവിടെ ഇളക്കി വച്ചിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് അരിഞ്ഞെടുക്കാം. ചക്ക വറ്റൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സാണ്. നമുക്കത് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതിനകത്ത് കെമിക്കൽസൊക്കെ ചേർത്താണ് അവർ റെഡിയാക്കുന്നത്. അതേസമയം നമ്മുടെ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഒന്ന് അരിഞ്ഞ് ഫ്രൈ ആക്കി എടുത്ത് ഒരു ടിന്നിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിനകത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് ചക്കയെല്ലാം അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ ചക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പ് ചട്ടി എടുത്ത് ഗ്യാസിലോട്ട് വെക്കാം. നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാം ഫ്രൈ ചെയ്യാൻ ഇരുമ്പ് ചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് കളറിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിടുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി വരട്ടി ഇതിനകത്ത് ഇടാം. ഉപ്പ് നമ്മൾ ലാസ്റ്റേ ചേർക്കത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് നല്ലോണം ഫ്രൈ ആയി കിട്ടത്തില്ല. നമ്മളിതൊന്ന് ക്രിസ്പി ആയി വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കരുത് കേട്ടോ. ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് എണ്ണ അങ്ങ് കരിഞ്ഞിട്ട് ഇത് നമ്മുടെ ചക്കവറ്റിലും അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് ഇത് ആവശ്യം പോലെ കിട്ടുന്ന സാധനമാണ്. അന്നേരം നമ്മളിതൊന്ന് റെഡിയാക്കി ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് നമുക്ക് കൊച്ചുങ്ങൾക്ക് ആയിട്ട് ചായയുടെ കൂടെ സ്നാക്സ്, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും സ്നാക്സായിട്ട് ഉപയോഗിക്കാം. ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ഉപ്പ് ചേർക്കണം. അതിന് ഞാൻ ഉപ്പ് കണ്ടോ, ഒരു ചെറിയ ഗ്ലാസ്സിനകത്ത് കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കുകയാണ്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇച്ചിരി പുറകോട്ട് മാറിയിരിക്കണേ. അല്ലെങ്കിൽ ആ ഉപ്പിൻ്റെ റിയാക്ഷൻ നമ്മുടെ കയ്യിലോട്ടായിരിക്കും വീഴുന്നത്. നമ്മുടെ ചക്ക വറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. കോരി ഒരു പാത്രത്തിലിടാം. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടോ? നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്.
ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക വറ്റൽ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിനി ഒരിത്തിരി സ്വല്പം ഉപ്പ് ചേർത്താൽ മതി. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തുകൊണ്ട് ഉപ്പിൻ്റെ ഇതുണ്ട്, അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊരു ഉപ്പ് ചേർക്കും. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ കിടന്നാൽ മതി. കാരണം ക്രിസ്പി ആയിട്ടുണ്ട്. സ്കൂൾ തുറപ്പൊക്കെ ആയതുകൊണ്ട് നമ്മളിതൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാം. അങ്ങനെ നമ്മുടെ ചക്ക വറ്റൽ ശരിയായ ഏകദേശം അല്ല, ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് അതിനകത്തോട്ട് മാറ്റാം, വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ട ഒരു സൗണ്ട് കേൾക്കുന്ന കേട്ടോ, അത് നല്ല ക്രിസ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.